أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء يأذن الله لمن يشاء ويرضى. സൂറത്തു നജ്മിലെ 53-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. ആകാശങ്ങളിൽ നിരവധി മലക്കുകളുണ്ട്. എന്നാൽ അള്ളാഹു സ്വയം ഉദ്ദേശിക്കുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അവൻ അനുമതി നൽകുന്നതിന് ശേഷമല്ലാതെ വേറെ ഒരാൾക്കും വേണ്ടി ആ മലക്കുകളുടെ ശുപാർശ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. മലക്കുകൾ ജനങ്ങൾക്ക് അഥവാ അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു എന്നതാണ് സൂറത്തിൽ ഈ ആയത്തിലുള്ളത്. ഇതിനു മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ സ്ഥാനത്തെക്കുറിച്ചും അള്ളാഹുവിനെ പ്രാപിച്ചതിൻ്റെ രീതിയെക്കുറിച്ചും ഇതേ സൂറത്തു നജ്മിൽ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ക്ലാസ്സിലെടുക്കാൻ വിചാരിച്ച വിഷയം അതായിരുന്നു. അതിൻ്റെ ഒരു വശം ഉറുദുവിലാണെങ്കിലും റമദാൻ മാസത്തിൽ നബി തിരുമേനിയുടെ ആ മഹനീയ സ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്നൊരു ഭാഗം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചില ഉദാഹരണങ്ങൾ എടുത്തു വെച്ച് ഞാൻ ഇവിടെ പരാമർശിച്ചിരുന്നു 1-2 ക്ലാസ്സുകളിൽ. അതിൽ ദനാഫത്തതല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമായിട്ട് എങ്ങനെ അടുത്തുവെന്നും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അടുത്തുവെന്നും രണ്ടും പരസ്പരമുള്ള ആ ഗമനത്തെ അഥവാ രണ്ടുപേരും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് അള്ളാഹു സ്വയം വരുന്നതും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നൽകുന്നതിന് വേണ്ടി അള്ളാഹു സ്വയം വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതും ഈ രണ്ടിൻ്റെയും സംഗമമായിരുന്നു മെഹറാജ്. ആ മെഹറാജിൽ നബി തിരുമേനിയുടെ സ്ഥാനം എന്തായിരുന്നുവെന്ന് റമദാൻ മാസത്തിൽ ഒരു ക്ലാസ് എടുത്തിരുന്നത് ഉറുദുവിലാണ് എടുത്തത്. ഒരുപക്ഷെ അധികം ആൾക്കാർക്ക് മനസ്സിലാവാത്തവരുണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനത് രണ്ടാമത് ആവർത്തിക്കും. പക്ഷേ അതിൻ്റെ മുമ്പ് മനസ്സിലാക്കേണ്ട, അതായത് ഈ വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളുന്നതിന്, അത് പൂർണ്ണമായും ഗ്രഹിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതവുമായിട്ട് എല്ലാ നിമിഷവും ബന്ധിതമായിട്ടുള്ളതുമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഷിഫാത്തിൻ്റെ ഇത് പറയലും മരിച്ച് എന്നിട്ട് റസൂലുള്ളാഹി നമുക്ക് ശുപാർശ ചെയ്യുന്നതാണ്. അതൊരു ഉണ്ടായിരിക്കാം. പക്ഷേ അത് റസൂലുള്ളാഹിയുടെ സിഫാത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്തുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. മറിച്ച് ഈ ലോകത്ത് വെച്ച് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഫാഅത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ മലക്കുകളുടെ ശുപാർശയും ഈ ലോകത്ത് വെച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഓരോ നിമിഷവും ആ ശുപാർശ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നാം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ഇത് വിഷയം വളരെ സരളമാണ്. സയ്യിദുനാ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കാൻ വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണെങ്കിലും അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നടന്നതുപോലെ ഒരു ഇർത്തിഖായി അഥവാ എവല്യൂഷൻ
എന്ന് പറയും പരിണാമം സിദ്ധാന്തം പോലെ വളരെ പടിപടിയായിട്ട് ആ ഷിഫാഅത്തിൻ്റെ മസ്മൂനിലേക്ക്, ഷിഫാഅത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മളെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. മസീഹ് മൗഊദ് അതിനെക്കുറിച്ച് പരാമർശിച്ച പല സ്ഥലങ്ങളിലും അത് സാധാരണ ജനങ്ങൾക്ക് ദുർഗ്രഹമായിട്ടുള്ള ഒന്നാണെന്നും സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സരളമായിട്ട് ഒരു വിധത്തിലുള്ള പ്രയാസം ഒരാൾക്കും അനുഭവിക്കാത്ത നിലയിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് പരാമർശിച്ചിട്ടുള്ളത്. സാധാരണ ചില വിഷയങ്ങളെല്ലാം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പരാമർശിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പ്രയാസമുണ്ട്, മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ഒരുവിധ പ്രയാസം ഇല്ലാത്ത വിധത്തിൽ ഒരു അനുക്രമമായിട്ട് നമ്മൾ അതിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മസീഹ് മൗഊദ് തൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ മലക്കുകളുടെ ശുപാർശയെക്കുറിച്ചും മലക്കുകളുടെ സഹായത്തെക്കുറിച്ചും നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ മലായിക്കത്തുള്ള എന്നൊരു ക്ലാസ്സിൽ മലക്കുകളുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചിരുന്നു. പക്ഷേ അതേസമയത്ത് മലക്കുകളും നമ്മളും തമ്മിലുള്ള ബന്ധം, നമുക്ക് ആ ബന്ധം ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മളുമായിട്ട് ആ മലക്കുകൾക്ക് എന്ത് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പിന്നെ എവിടെയാണ്? നമുക്ക് വിശ്വാസമുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വിശ്വാസം നിരർത്ഥകമാണ്, അതല്ലെങ്കിൽ സാങ്കല്പികമാണ്. നമ്മുടെ നേരെ ഫീൽ ചെയ്യുന്ന ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഒരു അതിൻ്റെ പ്രക്രിയ കാണപ്പെടുന്ന, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്ന, അഥവാ അനുഭവവേദിതമായൊരു വിശ്വാസത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അനുഭവത്തിന് ഒരിക്കലും യാതൊരു ബന്ധവുമില്ലാത്ത, അതിന് അനുഭവത്തിന് അന്യമായ മറ്റൊരു വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഓതിയ ആയത്തിനെ അധികരിച്ചുകൊണ്ട്, അതേപോലെ ഷിഫാഅത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഖലീഫമാർ, പ്രത്യേകിച്ച് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹും അതേപോലെ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വിവിധ സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഏകദേശം ഒന്ന് ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുന്നത്. വാസ്തവത്തിൽ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. ലൈഫിലെ ഇത്രയും ഫീലിങ്ങോടുകൂടി ടച്ച് ചെയ്ത മറ്റൊരു വിഷയം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അത് ഏത് സമയവും അനുഭവപ്പെടാവുന്ന ഒന്നാണ്, അഥവാ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അവരെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഞാൻ തർജ്ജമ ചെയ്ത ആയത്തിൽ എത്രയോ മലക്കുകളുണ്ട് ആകാശങ്ങളിൽ. അള്ളാഹു നിർണയിച്ചിട്ടുള്ളത് ലാ തുഗ്നി ഷഫാഅത്തും, അവരുടെ ഷഫാഅത്ത് ആർക്കും ഗുണം ചെയ്യുന്നില്ല. അവർ ഷഫാഅത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആർക്കും ഗുണം ചെയ്യുന്നില്ല. ഷൈഅൻ, അതിൽ നിന്നൊന്നും തന്നെ, ഇല്ലാ മിൻ ബഅദി, ആ ഷിഫാഅത്ത് അവരവരുടെ നിലയിൽ ചെയ്യും. പക്ഷേ അള്ളാഹുവിൻ്റെ ഇംഗിതം, അള്ളാഹുവിൻ്റെ ഇംഗിതം വരുമ്പോഴാണ് അത് ലിമൻ യശാഉ, അവൻ ആർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നു അവർക്ക് ഗുണം ചെയ്യും. ഷിഫാഅത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അത് ഗുണം ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇംഗിതം ആർക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്നുവോ, ഒരു തർജ്ജമ അതാണ്. മറ്റൊന്ന്, ആരുടേത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുവോ ശുപാർശ, അവരുടേത് ഗുണം ചെയ്യും. ഒന്ന്, ശുപാർശ ചെയ്യുന്ന ഒരാൾ ആർക്കോ വേണ്ടി ശുപാർശ ചെയ്യും, പക്ഷേ അത് ആർക്ക് വേണ്ടി ശുപാർശ അയാൾ പോലും അറിയുന്നില്ല തനിക്ക് മലക്കുകളുടെ ശുപാർശ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. മറ്റൊന്ന്, ആർക്കാണോ അള്ളാഹു അനുവാദം കൊടുക്കുന്നത് അവരാണ് ശുപാർശ ചെയ്യുന്നത്, അപ്പോഴാണ് മലക്കുകളുടെ ശുപാർശ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. ചില ആളുകൾക്ക് അള്ളാഹു ശുപാർശ ചെയ്യാനുള്ള അനുവാദം നൽകുന്നു, ആ ശുപാർശ നൽകുന്നതോടുകൂടി മലക്കുകളുടെ ആ ശുപാർശ അവർക്ക് ഗുണം ചെയ്യുന്നു. ഈ രണ്ട് സബ്ജക്റ്റുകളാണ് ജീവിതത്തിൽ നമ്മൾ അറിയുന്നത്. അതിൻ്റെ വിവിധ വശങ്ങളിലേക്കാണ് നമ്മെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുന്നത്. ചില സമയങ്ങളിൽ ശുപാർശയുടെ വിഷയത്തിൽ ഒരു ചെറിയൊരു സംഭവം നമുക്ക് വീണ്ടും അതിന് ഓർക്കേണ്ടി വരും. ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകാൻ എളുപ്പമുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുന്നത സഹാബാക്കളിൽ, അഥവാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മരുമകനും കൂടിയായ ഒരാളാണ്
നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു. ഒരു രാജകുടുംബത്തിൽ നിന്ന് വന്ന ആളായിരുന്നു. നവാബ് മലർക്കോട്ടിലയുടെ ഭരണാധികാരം അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അഹമ്മദിയത്ത് സ്വീകരിച്ചതുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ്, ഞാൻ ആ കൊട്ടാരം സ്വയം കണ്ടിട്ടുണ്ട്, അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തെ അവകാശിയായിരുന്ന കൊട്ടാരം നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അത് വിട്ടിട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരണങ്ങളിൽ വന്ന് അഭയം തേടുകയാണ്. അവിടെ വെച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള രാജകീയമായ പ്രൗഢിയും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. എല്ലാം വിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മണ്ണിൻ്റെ ഒരു ചെറിയ വീടുണ്ടാക്കി അതിനകത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് രോഗം ബാധിച്ച് വളരെ കഠിനമായിട്ടുള്ള അവസ്ഥയിലെത്തി. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിൻ്റെ അദ്ദേഹം വന്ന സാഹചര്യവും മസീഹ് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിച്ച് അദ്ദേഹം സഹിക്കുന്ന ത്യാഗങ്ങളും, മസീഹ് ആ ഇഷ്കും ഇസ്ലാമിനോടുള്ള ഇഷ്കും അള്ളാഹുവിനോടുള്ള ബന്ധവും പരിഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബന്ധം മസീഹുണ്ടായിരുന്നു. ഈ ബന്ധമാണ് ഷിഫാഅത്തിന് കാരണമായി തീരുന്നത്. ഇതിലൂടെ നമ്മൾ ഇടയിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അല്ലാതെ പെട്ടെന്നൊരാൾ പിടിച്ചിട്ട് ആർക്കോ ശുപാർശ ചെയ്യുന്ന പരിപാടിയല്ല. അത്തരത്തിലുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയുടെ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് കൽപ്പന വരുന്നത് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പ്രാർത്ഥന എന്നാണ്. ആ ഒരു ഘട്ടം വരുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നു, ഞാൻ ശുപാർശ ചെയ്യുന്നു. അവിടെ ദുആയുടെ ഘട്ടം വിട്ട് അടുത്ത ഘട്ടമാണ് ശുപാർശ എന്നത്. പക്ഷേ ശുപാർശയ്ക്ക് ഒരു അടുത്ത ബന്ധം, ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു അവരുമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട്, അഥവാ അനിർവചനീയമായൊരു ബന്ധമുണ്ട്. അഭേദ്യം എന്നുള്ള വാക്ക് ഒരുപക്ഷെ അത്രമാത്രം യോജിക്കുന്നതായിരിക്കില്ല. അനിർവചനീയമായ ഒരു ബന്ധമുണ്ട് മനുഷ്യ വാക്കുകളിൽ. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയാതെ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഇൽഹാമുണ്ടാവുന്നു, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ ഇതിന് കൂടാതെ ആരാണ് ശുപാർശ ചെയ്യുന്നത്? ഇവിടെ അല്ലാഹു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇതിന് കൊടുക്കാതെ ആർക്കും ഒരു ശുപാർശയും ഗുണം ചെയ്യുന്നതല്ല എന്ന് ഇവിടെ മലക്കുകളുടെ ശുപാർശയെക്കുറിച്ചും പറയും. അപ്പം അത് കേട്ട ഉടനെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് താൻ ചെയ്ത അബദ്ധം മനസ്സിലാവുകയും മാനസികമായി വളരെയധികം വേദനകൾ അനുഭവിക്കുകയും അറിയാതെ ബോധരഹിതനായി വീഴുകയും ചെയ്തു. ഈ വിഷമം കൊണ്ട് അവിടെ നിന്ന് എണീക്കുമ്പോൾ അന്തൽ മജാസ്, നിനക്കതിനുള്ള അനുമതി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അറിയിക്കുന്നു. അവിടെ വെച്ച് ശുപാർശ ചെയ്യുകയും മൗത്തിൻ്റെ അറ്റത്തേക്കെത്തിയ, ശേഷമുള്ള നിമിഷങ്ങൾ മൗത്തിലാണ്, ആ അറ്റത്തേക്കെത്തിയ ആ രോഗി, ആ കുട്ടി സുഖം പ്രാപിക്കുകയും മോജിസത്ത് എന്ന നിലയിൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതേപോലെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ പല ശുപാർശകളെയും നമ്മൾ കാണും. ഒരു കുട്ടി കാദിയാനിലെത്തി പഠിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ അയച്ചു. ആ കുട്ടിയെ പേപ്പട്ടി കടിക്കുന്നു, അത് രോഗം ബാധിക്കുന്നു. ഇനി അബ്ദുൽ കരീം എന്ന ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യാനായിട്ടൊന്നുമില്ലെന്ന് ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്ക് വേണ്ടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രത്യേക തൻ്റെ ബന്ധത്തെ വെച്ചുകൊണ്ടാണ് ശുപാർശ ചെയ്യുന്നത്. ആ കുട്ടി എത്രയും ദീനിൻ്റെ വേദനയോടുകൂടിയാണ് തൻ്റെ മാതാപിതാക്കൾ ഇങ്ങോട്ടയച്ചത്. റബ്ബേ, നീ അവന് സുഖം നൽകണമേ. ഒരു ബന്ധം, വേറെ ബന്ധങ്ങളൊന്നുമല്ല, ദീനിൻ്റെ വേദനയോടുകൂടി ദീനിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി ആ പിതാവ് അതിനയച്ചത് എത്ര വലിയൊരു വേദന കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യുന്നു. ആ സമയത്ത് ആ കുട്ടി സുഖം പ്രാപിക്കുന്നു. അതിൻ്റെ തലമുറയായിട്ട് അതിൻ്റെ യാതൊരു അടയാളവുമില്ല. അതിൻ്റെ രണ്ടാമത്തെ തലമുറയെ നമ്മളെല്ലാം ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ്. കർണാടകയിൽ ബിഷാറത്ത് അഹമ്മദ് സാഹിബും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇപ്പോഴും ഉണ്ട്. ഷിമോഗയാണ് തോന്നുന്നത്, ഷിമോഗ യാദികളിലെങ്ങാണ്ടാണ് തോന്നുന്നത്. രണ്ടാമത്തെ സഹോദരനുള്ളത് ഒരാൾ കാദിയനിലാണുള്ളത്. അപ്പോൾ അത് മരിച്ചു പോയ ആൾ തിരിച്ച് വരുന്നത് പോലെ, അഥവാ പേപ്പട്ടിയുടെ വിഷം ബാധിച്ച് രോഗം ബാധിച്ചതിന് ശേഷം
ഒരാൾ തിരിച്ചു വരിക എന്നുള്ളത് ഒരു മോജിസത്ത് നിലയിലാണ് കാണുന്നത്. ഇത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ബന്ധം ആ കുട്ടിയുടെ പിതാവുമായിട്ടുണ്ടാവുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശുപാർശ ചെയ്യുന്നത്. അവിടെ ഉടനെ മോജിസത്തുകൾ ഉണ്ടാവുന്നു. ഞാൻ 2 സംഭവങ്ങളോട് പറഞ്ഞത്. ഇതേപോലെ കുറേ സംഭവങ്ങൾ ഇനിയും നമുക്ക് ഈ വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആവർത്തിക്കേണ്ടത് വരും. അവിടെ വെച്ചുമ്പോൾ പറയുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? അള്ളാഹു പറയുന്നു, മലക്കുകൾ ആകാശത്ത് പലരുമുണ്ട്. ആ മലക്കുകളെ അവരുടെ ഡ്യൂട്ടി അള്ളാഹു അവർക്കൊരു പ്രത്യേക പദവികൾ നൽകപ്പെട്ടിരിക്കുകയാണ്. ആ പദവികൾ നൽകി അവർക്ക് അള്ളാഹു അതിലെ ചില ആളുകളുടെ പണി സൃഷ്ടികൾക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ മനുഷ്യർക്ക് വേണ്ടി, മറ്റു സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. ആ ശുപാർശയാണ് ഇത്തരത്തിലുള്ള മോജിസത്തുകളെ ലോകത്ത് നടപ്പിൽ വരുത്തുന്നത്. ആ ശുപാർശ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ആംഗിളിലേക്ക് വരാം. വേറൊരു ആയത്തിൻ്റെ വിശദീകരണത്തിലൂടെ ഞാൻ നമ്മുടെ മുമ്പാകെ വെക്കുന്നതാണ്. അപ്പോൾ മനുഷ്യന് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. അത് ചില സമയങ്ങളിൽ ചില പ്രത്യേക ഘട്ടങ്ങൾ വരുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് ശുപാർശക്കുള്ള ഒരു അനുവാദം നൽകുന്നു എന്ന് നമ്മൾ കരുതണ്ട, അത് തെറ്റാണ്. മറിച്ച് ഇത് പ്രപഞ്ചത്തിൽ എന്നെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ശുപാർശക്കുള്ള അനുവാദം നൽകുന്നതല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത് നിരന്തരം പ്രപഞ്ചത്തിൽ ഘട്ടം ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മലക്കുകളുടെ ശുപാർശ എന്ന്. അതിനായിട്ട് അള്ളാഹു ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ മുഖേന അത് നടന്നുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ മുമ്പിലുള്ള 2 ചോദ്യങ്ങൾ. ഒന്ന്, ഇത്തരം മലക്കുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള വഴി എന്താണ് എന്നുള്ളതാണ്. കാരണം ആ ഒരു വഴി നമുക്ക് ലഭിക്കാതെ ഒരിക്കലും നമുക്ക് ആ ശുപാർശ ലഭിക്കുകയില്ല. നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം, ആ സംവിധാനവുമായിട്ട് നമുക്ക് ബന്ധിതമാണ്. മറ്റൊന്ന്, അടുത്ത ഇത് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ നമ്മൾ അത് എങ്ങനെ അറിയും എന്നുള്ളതാണ്. നമുക്ക് ബന്ധം ഉണ്ടാവാനുള്ള വഴികളല്ല, ബന്ധപ്പെട്ട് കഴിഞ്ഞ് നമുക്കതെങ്ങനെ അനുഭവപ്പെടും, നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും ആ ബന്ധത്തെ, മലക്കുകളുമായിട്ടുള്ള ബന്ധത്തെ. ഈ 2 കാര്യങ്ങളാണ് ഇനി ഉള്ള സമയത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ നബി തിരുമേനിയുടെ ശുപാർശയുടെ സ്ഥാനം എന്തായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുമായിട്ട് ആ ഒരു ബന്ധം ലഭിക്കുന്നതിന് വേണ്ടി എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാണം ചെയ്തതെന്നും എന്തെല്ലാം കഷ്ടതകളും അരിഷ്ടതകളും തൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നുവെന്നും അതിനെ വളരെ സന്തോഷത്തോടു കൂടി എങ്ങനെ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചുവെന്നും. ഒന്ന് കഷ്ടപ്പാടാണ്, പക്ഷേ കഷ്ടപ്പാടിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ളൊരു പ്രത്യേക സാഹചര്യം, അതും അള്ളാഹു നിന്ന് കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഇത്തരത്തിലുള്ള പുണ്യവാളന്മാർ എന്നറിയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിയിൽ സെയിൻസ്, മറ്റേ ചില ആളുകൾ, വാഴ്ത്തപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണോ ശുപാർശ എന്ന ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ചില പ്രത്യേക പുണ്യവാളന്മാരുണ്ട്, അവർക്ക് ആ വിശ്വാസപ്രകാരം ശുപാർശ ചെയ്യാൻ കഴിയും. ഇതിനോട് ഏകദേശം അടുത്ത് തന്നെ, അതായത് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അനുബന്ധം അനുഗമിക്കും എന്ന് റസൂൽ തിരുമേനി പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ അനുഗമിച്ച് ചില പുണ്യവാളന്മാരെ മുസ്ലിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വിവിധ മാനങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകേണ്ട ഒരാവശ്യം എനിക്കില്ല. അതെവിടെയോ ആവട്ടെ, ഇല്ലാത്തൊരു സ്ഥാനത്തിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തെരീക്കത്തിൻ്റെ തലത്തിലാണെങ്കിലും, പിന്നെ കടുത്ത സുന്നികളുടെ തലത്തിലാണെങ്കിലും, പിന്നെ ഖുറാഫാത്തിനെ പിൻപറ്റുന്ന ആളുകളാണെങ്കിലും, ഇതൊക്കെ വിട്ടിട്ട് ഒരുവിധ ശുപാർശ ഒരു പരിപാടിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ബെറിപിടിച്ച ശുഷ്കമായ മുല്ലകളുണ്ട്. അവരുടെ ഇതിനെ കംപ്ലീറ്റ് പാടെ നിഷേധിക്കുന്നവർ, അവരുടെ നിലപാടും അവരുടെ സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോസ്റ്റ്മാൻ മാത്രമാണ്, വേറെ ആരുമല്ല. അതായത് അള്ളാൻ്റെ കത്ത് കൊടുന്നിടത്തൊരു പോസ്റ്റ്മാൻ എന്നുള്ള സ്ഥാനമുള്ളൂ. ഈ ഒരു രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള ചില കാര്യങ്ങൾ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം, ഈ സെയിൻ്റ് എന്ന് പറയുന്ന
സങ്കല്പം അഥവാ ഒരു പുണ്യവാളൻ്റെ സങ്കല്പം അത് തികച്ചും നഅൂദുബില്ല യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. വിശുദ്ധ ഖുർആനിൽ വിവരിച്ച ശുപാർശയ്ക്ക് ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. നബി തിരുമേനിക്ക് അങ്ങനെയുള്ളൊരു സ്ഥാനമല്ല. അപ്പം അത് പുണ്യവാളിന് കഴിയില്ല. അത് നബി തിരുമേനി നാളെ മഹ്ശറിൽ വെച്ചിട്ട് നമുക്കൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് യാതൊരു ബന്ധവും ഖുർആനിൽ വിവരിച്ചിട്ടുള്ള ഈ ആയത്തുകൾക്കില്ല. അത് മലക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. മലക്കുകളെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൽ മലക്കുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു വശം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഐനെ കമാലാത്തെ ഇസ്ലാമിൽ അതിൻ്റെ അസ്തിത്വം കൂടി സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ്. അവിടെ പ്രധാനമായിട്ട് പറയുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന അഥവാ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ അനക്കങ്ങൾക്കും ഒതുക്കങ്ങൾക്കും പിന്നിൽ മലക്കുകളാണുള്ളത്. ഏത് അനക്കത്തെയും ഒരു കാറ്റിൻ്റെ ചെറിയ ചലനം അനുഭവപ്പെട്ടാലും, അതല്ല നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ രസത്തിൽ ഉപ്പിൻ്റെ ഒരു ചെറിയ അതിൻ്റെ ആ ചൊവ അനുഭവപ്പെട്ടാലും, നമ്മളുടെ കൈകാലുകൾ എടുത്തു വെക്കുമ്പോൾ അത് മുമ്പോട്ട് ഗമിച്ചാലും പിമ്പോട്ട് ഗമിച്ചാലും ഇതിൻ്റെ ഒക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ ആയിരക്കണക്കിന് മലക്കുകളുടെ പ്രവർത്തനമുണ്ട് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയും. അത് ഏത് തലത്തിലാണോ നിങ്ങളുടെ അറിവ് ആ തലത്തിൽ വെച്ചിട്ടാണ് മസീഹ് നമ്മളെ പരീക്ഷിക്കുന്നത്. നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ അറിവ് പഠിച്ചെടുത്ത് അവിടെ വെച്ചത് ആലോചിക്കാം. അതിന് ഏത് ഭാഗം വിശദീകരിക്കണം എന്നുള്ളതിലാണ് ഇപ്പോൾ എനിക്ക് പ്രശ്നം. ഞാൻ സാധാരണ മനസ്സിലാകുന്ന ഒരു ചെറിയ കാര്യം പറയാം. നമ്മൾ വെള്ളം ചൂടാക്കി വരുമ്പോഴേ നല്ല തിളച്ചാൽ ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ എത്തും. അതുതന്നെയാണ് തീൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ സംഗതി ഇപ്പോൾ 2 ചൂടുള്ളതായതുകൊണ്ട് കത്തുകയാണ് വേണ്ടത്, പക്ഷെ കെടുകയാണ് ചെയ്യുക. വെള്ളത്തെ നമ്മൾ വിഘടിച്ചാൽ അതിനെ പിരിച്ചെടുത്താൽ H2O നമുക്ക് ലഭിക്കുന്നു. അതിന് നമ്മളെ വകണ്ട് കൂട്ടി വെച്ച വെള്ളമൊന്നും കിട്ടില്ല. അതേപോലെ ഈ ചൂട് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള സാധനം നമ്മൾ കത്തിക്കാൻ മെനക്കെട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടത് കത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, വെള്ളത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഒരു അതിൻ്റെ ഒരു പ്രകൃതം അള്ളാഹു അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് തണുപ്പിക്കുക എന്നുള്ള പരിപാടിയുള്ളൂ, ചൂടാക്കുന്ന പരിപാടി അതിനില്ല, കത്തിക്കുന്ന പരിപാടി അതിനില്ല. അതിന് ശീതീകരണം എന്നുള്ളതാണ് അതിൻ്റെ തന്മ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒറിജിനൽ തന്മ, അതിൻ്റെ ഒറിജിൻ അതിന് ശീതീകരണം എന്നുള്ളതാണ്. അതിനെത്ര ചൂടാക്കിയാലും അത് തീൻ്റെ പുറത്തൊഴിച്ചാൽ അത് തണുത്തു പോകും. ഈ ഒരു പ്രക്രിയയുടെ പിന്നിലുള്ള പ്രവർത്തനമാണ് മലക്കിൻ്റെ പ്രവർത്തനം എന്നാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയുന്നത്. ഇത് എല്ലാ അണുക്കളുടെയും പ്രവർത്തനം, ഏത് കാര്യത്തിൻ്റെ അണുക്കളെടുത്ത് നോക്കിയാലും ഏറ്റവും അവസാനമായി നമ്മൾ ചികഞ്ഞ് കാര്യകാരണ ബന്ധത്തിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ അത് ഇന്നതുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് പറയാൻ നിവൃത്തിയുണ്ടാവില്ല. ഈ എവല്യൂഷൻ തിയറിയിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ പുറകോട്ട് നമ്മൾ എത്തുമ്പോൾ അത് കൊണ്ടുപോയി ലാസ്റ്റ് എന്ന് ഇവിടുന്ന് എന്ന് പറയാം. പക്ഷേ അവിടുന്ന് അത് ഉണ്ടാവാൻ ഇങ്ങനെ യാതൊരു കാരണം ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ ഒരു കാരണം നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാവാനില്ല, ഏത് സാധനം എടുത്ത് നോക്കിയാലും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ന 2 സാധനങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു. ആ 2 സാധനത്തിൽ നിന്ന് ഇത് ഉണ്ടാവാനുണ്ടായ ഏറ്റവും അവസാനത്തെ കാരണത്തിൽ ആ 2 സാധനം അല്ല അവിടെ. തെങ്ങുന്ന് തേങ്ങ ഉണ്ടായി, തെങ്ങുണ്ടായി, അല്ലെങ്കിൽ കോഴി ആദ്യം ഉണ്ടായി, മുട്ട ആദ്യം ഉണ്ടായെന്ന് ആലോചിച്ച് പോയിട്ട് അവസാനത്തെ ഏതെന്ന് ഉണ്ടായതോ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകാനുള്ള മറ്റേ സാധനം അവിടെ അല്ല. അവിടെ അള്ളാഹു മലക്കുകളെ കൊണ്ടാണ് പണിയിപ്പിക്കുന്നത്. ഇങ്ങനെ മലക്കുകളുടെ പ്രവർത്തനത്തെ ഏത് തലത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ തലത്തിൽ നമ്മൾ മുമ്പാ വെച്ചിട്ടുണ്ട്. പക്ഷേ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വെക്കുന്ന അത് പുറകോട്ടുള്ള കാര്യകാരണ ബന്ധമല്ല. ഇപ്പോൾ പ്രസൻറ്റിലുള്ള എല്ലാ സംഗതിയും പിന്നിൽ ലാസ്റ്റ് ഒരു കാരണമുണ്ട്, അപ്പം നടക്കണതിൻ്റെ കാരണം. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. വളരെ ചെറിയ കാര്യങ്ങൾ ഖുർആൻ നമ്മുടെ മുമ്പാകെ വെക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സമുദ്രം നമ്മൾ സാധാരണ അഴിമുഖത്തൊക്കെ കാണുന്നതാണ്. ഈ ഭാഗത്ത് ഉപ്പുള്ള വെള്ളം, മറുഭാഗത്ത് ഉപ്പില്ലാത്ത വെള്ളം.
കൊല്ലങ്ങളോളമായിട്ട് നടക്കുകയാണ്. പക്ഷെ രണ്ടും കൂടി കലങ്ങണില്ല. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ ഉപ്പുള്ള വെള്ളം ഉപ്പില്ലാത്ത വെള്ളം ഇട്ടാലോ രണ്ടും കലങ്ങും. ഇവിടെ താമസിക്കുന്ന മീൻ വേറെ ടേസ്റ്റാണ്, ഇപ്പുറത്ത് താമസിക്കുന്ന മീൻ വേറെ ടേസ്റ്റാണ്. അങ്ങനെ ഖുർആൻ വിവരിക്കുന്നുണ്ട്, ഇത് മിൽഹുൻ ഉജാജ്, ഇത് ഉപ്പ് ചവർപ്പുള്ള ഇതാണ്, ഇപ്പുറത്ത് ശുദ്ധമായ വെള്ളമാണ്. ഇതിനെ വേർതിരിച്ച് നിർത്തിയവൻ ആരാണെന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം എന്നും പറയുന്നു. ആ വേർതിരിച്ച് നിർത്താൻ വേണ്ടി നിർത്തിയിട്ടുള്ള ആൾക്കാർ മലക്കളാണ്. അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ഈ പ്രവൃത്തി നടത്തുന്നത് മലക്കളാണ്. ഒരേ മണ്ണ്, പ്രകൃതിയിലുള്ള നിസാമ വ്യവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പുറത്ത് കണ്ടാൽ ചീഞ്ഞു നാറും. പക്ഷേ ഇവിടെ കോടാനകോടി മനുഷ്യരും കോടാനകോടി ജീവികളും ദിവസവും ചാവുന്നുണ്ട്. ഒരു കണക്കെടുക്കാൻ ഒരാൾ മെനക്കെടുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ജീവനേക്കാൾ എത്രയോ 1000 ഇരട്ടി സാധനങ്ങൾ ഇവിടെ ചത്തുപോയിട്ടുണ്ട്. എന്നിട്ട് മുമ്പുണ്ടായിരുന്ന തേങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇന്നും തേങ്ങയുള്ളത്. ഈ സാധനങ്ങളൊക്കെ ചത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മാറിയിട്ടില്ല. എന്തുകൊണ്ട് എന്നൊന്നുകൂടെ ആലോചിച്ചാൽ, ഈ ചത്തുപോകുന്ന സാധനത്തിലുള്ള ഇരുമ്പ് എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ടാണ് പോണത്. ചത്തുപോകുന്ന സാധനത്തിലുള്ള വെള്ളം അതല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എവിടെയാണോ ഭൂമിയിൽ കിടക്കുന്നത് അവിടേക്ക് അത് പോണത്, വേറെ എവിടേക്കും പോകണില്ല, തിരിഞ്ഞങ്ങോട്ട് പോവാം. അതേപോലെ ചെമ്പ് എവിടേക്ക് പോകണം, ചെമ്പിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നു. മണ്ണിൽ എവിടെ അത് നിൽക്കണം അവിടെ പോയി നിൽക്കുന്നു. അലം നജിയലില്ലാറുള്ള കിഫാത്ത എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ കാഫിയായിട്ട് പരിപൂർണമായിട്ട് അത് മതിയായൊരു സാധനമായിട്ട് നിങ്ങൾക്ക് പടച്ചോൻ തന്നിട്ടില്ല. അഹിയാം അമ്പാത്ത, ജീവിക്കാനും മരിക്കാനും ഉള്ള സാധനമാണ്. ഇതിൻ്റെ പിന്നിൽ ഈ ഇപ്പം നമ്മൾ സാധനം കുഴിച്ചിട്ട് അവിടെ തന്നെ എല്ലാം കിടക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുകയും അതിന് വീണ്ടും നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് മലക്കുകളുടെ സംവിധാനം. ഈ മലക്കുകളുടെ മൊത്തം സംവിധാനത്തെ ആസൂത്രണം ചെയ്ത അള്ളാഹ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു ചെറിയ പണി കൂടി ചെയ്യുന്ന ബുദ്ധിയില്ലാത്ത പണിയെടുക്കില്ല. അള്ളാഹ് എത്ര വലിയ ഹിക്മത്തുകളും എത്ര വലിയ ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എത്രയും വലിയ യുക്തിഭദ്രമായിട്ടാണ് ഈ കാര്യങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാലോചിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലും നമുക്ക് പോയിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അന്തം വിട്ടിരുന്ന് പോകുന്ന സ്ഥലം ഇതിനാണ് നമ്മളെ പടച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആസ്വദിക്കാനാണ് അള്ളാഹു നമ്മളെ പടച്ചത്. അള്ളാഹ് സൃഷ്ടിച്ച ഈ സംഗതികളെ നമ്മൾ ആസ്വദിച്ച് അള്ളാഹുവിൻ്റെ ആ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി അവനോട് മുഹബത്ത്, അവനോട് സ്നേഹം വെച്ച് പുലർത്തി നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അള്ളാഹ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും അതിനോട് അവനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവൻ്റെ കൂടെ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യം. അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇതിന് ഇവിടെയുള്ള സംവിധാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതിനാണ് വേറെ ദുനിയാവ് തരേണ്ടി വരും. നമ്മൾ പരാജിതരായിപ്പോൾ ഒരു വിധത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ജോലി ചെയ്താലും അവിടെ പരാജയം ഉണ്ടാവും. അതൊരു ചെറിയൊരു വാക്കിനല്ല പറയുന്നത്. ലൈഫിൽ ഒരാൾ ചൂടെടുത്തിട്ട് കൈയോട്ട് വീശിയാൽ അവിടെയും പരാജയം തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അവനെ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ സംവിധാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു അബദ്ധം ചെയ്തിട്ടും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി കഴിച്ചിലാവാമെന്ന് വിചാരിച്ചാൽ സംവിധാനത്തിൽ അതിനുള്ള സ്ഥാനമില്ല. അവിടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണെന്നറിയാം. ശുപാർശ പ്രാർത്ഥന നമുക്ക് വേണ്ടി വേറെ ആരോ ചെയ്യുന്നതാണ് നമ്മളെ ഉപയോഗപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം വളരെയധികം ഗഫലത്തിലാണ്, അങ്ങേയറ്റം അശ്രദ്ധയിലാണ്. ആർക്കും പറയാൻ കഴിയില്ല എല്ലാ അറിവുകളും ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരെ പോകുന്നു. അറിവുകളൊക്കെ ഉണ്ടായിട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. ജോലി സംബന്ധമായ കാര്യത്തിലാണെങ്കിലും കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എവിടെ എങ്ങനെ താമസിക്കുകയാണെങ്കിലും നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളുടെ എല്ലാ അറിവുകളും ഉണ്ടായിട്ട് പരിമിതമായ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ നമ്മുടെ അറിവുകൾ പരിമിതമാണെന്ന് മനസ്സിലാവുകയും അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നീങ്ങാൻ പറ്റുകയും ചെയ്യുന്നൊരവസ്ഥ. ഇനി മറ്റൊന്ന്, ഈ അറിവുകളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ അശ്രദ്ധമായിട്ടുള്ള നിലപാട് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ. ഇതിനേക്കാൾ വലിയൊരവസ്ഥ താൻ അശ്രദ്ധനാണെന്ന് അറിയുക പോലും ചെയ്യാത്തൊരവസ്ഥ. നമ്മൾ അശ്രദ്ധരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കോൺഷ്യസ് അതുപോലും മനസ്സിലാക്കാത്തൊരവസ്ഥ. ഈ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ഇത്ര കണിശമായ ഈ സംവിധാനത്തിൽ പിന്നെ എന്താണ് നമ്മളെ സഹായിക്കാനുള്ളത്? അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയും അള്ളാഹുവിൻ്റെ വരിഷ്ഠദാസന്മാരുടെ ശുപാർശയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശുപാർശയും
നമുക്ക് തുണയായിട്ട് നിൽക്കുന്നത്. ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ താളപ്പിഴവുകളിൽ ഒലഞ്ഞ് ആടുമ്പോൾ അവിടെ നമ്മളെ താങ്ങി നിർത്തുന്നത്, അവിടെ നമുക്ക് സപ്പോർട്ട് നൽകുന്നത് ഈ ശുപാർശകളും മലക്കുകളുടെ സഹായങ്ങളുമാണ്. അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ഖുർആൻ പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമാ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. സൂറത്തുൽ മുഅ്മിൻ 8-ാമത്തെ വചനം. ഞാനെൻ്റെ പെട്ടെന്ന് സമയത്തെ പരിഗണിച്ചുകൊണ്ട് മലയാളത്തിൽ ഞാൻ തർജ്ജമ വായിച്ച് കേൾപ്പിക്കാം. സിംഹാസനത്തെ വഹിക്കുന്നവരും അതിൻ്റെ ചുറ്റുമുള്ളവരും തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം, അതായത് മലക്കുകളെ കുറിച്ചാണ് പരാമർശമുള്ളത്, ആ മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചവർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ നാഥ, കാരുണ്യവും അറിവും കൊണ്ട് നീ സകല വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ പശ്ചാത്തപിക്കുകയും നിൻ്റെ മാർഗം പിന്തുടരുകയും ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കുകയും നരകശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യണം. ഇനി ഇതിൻ്റെ ഈ ആയത്ത് ഏകദേശം വായിച്ച് മനസ്സിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു പുതിയ പ്രതിച്ഛായ, അഥവാ ഞാൻ പറയുന്നൊരു മറ്റൊരു ഖൽഖൻ ആഖർ എന്ന് പറയാം. നമുക്ക് മറ്റൊരു സൃഷ്ടിപ്പാണ് വാസ്തവത്തിൽ ഈ ആയത്തിൻ്റെ പ്രതലതലത്തിൽ നിന്ന് അതിന് അന്തർതലത്തിലേക്ക് എത്തി നമ്മൾ അതിനെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അള്ളാഹുവിൻ്റെ ചില മലക്കുകളുണ്ട്. അവർ അർശ് താങ്ങി നിൽക്കുന്നവരാണ്, അർശിനെ വഹിക്കുന്നവരാണ്. ഒമൻ ഹൗലഹു, അർശിൻ്റെ 4 ഭാഗവും അതിനൊരു പ്രത്യേക വൃത്തമുണ്ട്. അത് അർശുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അതിനെ ആ ബന്ധപ്പെട്ട സ്ഥലത്ത് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അർശിനെ പിടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തസ്ബീഹ് ചെയ്യുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, അവൻ പരിശുദ്ധനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി, വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ, രണ്ടും മലക്കുകളാണ്. ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒരിക്കലും നഊദുബില്ലാഹി മിൻ ദാലിക് അള്ളാഹു ഒരു വലിയ കസേരയിൽ സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണെന്നോ കുറേ മലക്കുകൾ അതിനെ താങ്ങിപ്പിടിച്ച് നിർത്തുകയാണെന്നോ ഒരു വിധത്തിലുള്ള അർത്ഥം തകര ജാഹിലാന തസവൂർ എന്ന് പറയുന്നത്. തികഞ്ഞ വിവരക്കേടിൻ്റെ പര്യായമാണ് അത്തരത്തിലുള്ള ചിന്ത. ചില തഫ്സീറുകൾ എന്ന് അറിയപ്പെടുന്ന സാധനങ്ങളിൽ വരെ അതുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നിൽക്കലാണ്. അള്ളാഹിൻ്റെ കസേര, അള്ളാഹ് ഹലാക്കിൻ്റെ കസേര കയറി കുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ താങ്ങലിൻ്റെ ശക്തി കൊണ്ട് അവർ ഭൂമിയിലാണ് ഒരു കാലുള്ളത്, പക്ഷേ ഭൂമിയിൽ പിന്നെ കാല് കീപ്പിട്ട് താഴത്തേക്ക് പോയിട്ട് നമ്മൾ കടലാസിൽ ആണിയടിച്ച മാതിരി ഭൂമിയിൽ താഴത്തേക്ക് കാല് തൂങ്ങി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് തഫ്സീൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു തികച്ചും ഒരു പ്രഹേളിക പ്രക്ഷിപ്തങ്ങൾ വെറും വിവരക്കേടുകൾ മാത്രം അടങ്ങിയ ഒരു പ്രഹേളികയായിട്ട് ഇതിനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് തൽക്കാലങ്ങൾ മണ്ടിയിൽ നിന്ന് പോകാൻ വേണ്ടി അത്രയും അതിനെ തരം താഴ്ത്തി പറഞ്ഞത്. അതൊരിക്കലും ഇസ്ലാമായിട്ടൊരു ബന്ധമല്ല. മറിച്ച് ഈ അർശ് എന്ന് പറയുന്നത് മലക്കുകളെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സംഗതി, അഥവാ അങ്ങനെ ഒരു അർശാണെങ്കിൽ തന്നെ അള്ളാഹ് മലക്കുകളെ കയ്യിലായി. ആലോചിച്ച് നോക്കി, മലക്കുകൾ താഴത്തേക്കിട്ട് അള്ളയും ചാടുമല്ലോ. അപ്പോൾ അള്ളാഹ്ക്ക് ഇമ്മാതിരി ഗതിയുടെ ഏതായാലും ഉണ്ടാവില്ല. വേറെ ആരോ പിടിച്ചിട്ട് നമ്മളെ കൊണ്ടു നടക്കണം. ഇനിയിപ്പോൾ അള്ളന്നെ ശക്തി കൊടുത്ത് നിർത്തിയതാണെങ്കിലും ദുന്യാവിൽ എന്തെന്നെ നിസാമാണെങ്കിലും അവർക്കൊരു ചെറിയൊരു പണി അടങ്ങറൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി അതൊന്നുമില്ല, അള്ളാഹ് പറയണവരെ അവർക്ക് ശക്തി കൊടുത്ത് അള്ളന്നെ പിടിച്ച് നിർത്തിയാലും അള്ളാഹിൻ്റെ ശക്തി തന്നെ പോലെ എടുത്താലും അവരെടുത്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹിൻ്റെ ഷാന്, അള്ളാഹിൻ്റെ മഹത്വത്തിനെതിരാണ് വേറെ ഒരുത്തൻ താങ്ങി പിടിച്ച് പടച്ചോനെ നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ടതില്ല എന്ന് ഏകദേശം മനസ്സിലായി കാണും. ഇനി എന്താണ് ഈ അർശ് എന്നുള്ളതാണ്. ഇതിനെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേങ്കിലും യഹ്മിലൂനൽ അർശ എന്നതിന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കായിനാത്തിൽ, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ
നമ്മുടെ കണ്ണെത്തുന്നതും കണ്ണെത്താത്തതും ഭാവന എത്തുന്നതും ഭാവന എത്താത്തതും ഇന്നേ വരെ എത്താൻ പറ്റാത്തതുമായിട്ടുള്ള എത്രയോ ഗാലക്സികൾ, കോടിക്കണക്കിന് ഗാലക്സികൾ, അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും, ഇതിനൊക്കെ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ ഒരു കണത്തിന് പോലും നമ്മളുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇതുവരെ കണ്ടെത്തിയതിനൊക്കെ ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തിന് ഇതുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇതിനവിടെ നിൽക്കണമെങ്കിൽ അതിനെ നിർത്തേണ്ടതുണ്ട്. ഇതിനെ മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹ് ഇതിനെ വ്യാപരിപ്പിച്ചിട്ടുള്ളത്. ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഉള്ളിലുള്ള കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള നിലയിലാണ് അതിനെ ഡിസൈൻ ചെയ്യുക. അങ്ങനെയാണ് അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഈ മനുഷ്യന് താമസിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ഡിസൈൻ ചെയ്ത പടച്ചാൻ, ആ ഒരു അറിവ് അള്ളാഹ്ക്കുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ മുഴുവൻ നിലനിർത്തിയിരിക്കുന്ന മലക്കുകളുടെ സംവിധാനം. ഈ അറിവിനെയാണ് വസിയ കുർസിയുഹു സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളിൽ മുഴുവൻ അവൻ്റെ കുർസി വ്യാപിച്ചു കിടക്കുകയാണെന്ന് പറഞ്ഞത്. അവൻ്റെ ഇൽമിൽ നിന്ന്, ആ അറിവിൽ നിന്ന് അവൻ എത്രയാണോ ഇച്ഛിക്കുന്നത് അത്രയല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. ആ ഒരു അറിവിൻ്റെ മഹത്തായ സാഗരത്തിൽ, സാഗരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, വാക്കുകളുണ്ടോന്നും എനിക്കും അറിയില്ല, ഏത് ഭാഷയിലാണ് പറയേണ്ടതെന്നും അറിയില്ല. ആ അറിവിൻ്റെ പിന്നിലുള്ള നാഥനാണ് അള്ളാഹു. അതിനെയാണ് അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയുന്നത്. ആ അർശ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖൽബിലാണ്, തിരുമേനിയുടെ ഹൃദയത്തിലാണ്. കാരണം ആ അറിവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന മലക്കുകളുടെ സംവിധാനത്തെയാണ് യഹ്മിലൂനൽ അർശ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അഥവാ ലക്ഷക്കണക്കിന് വിഭിന്നമായിട്ടുള്ള പല വിധത്തിലുള്ള ഡ്യൂട്ടികൾ, കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അർശിനെ താങ്ങി നിർത്തിയിട്ടുള്ളത്. ഇനി ആ കൂട്ടത്തിലാണ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അള്ളാഹുവിൻ്റെ സംവിധാനത്തിന്, തസ്ബീഹിനെ, അതിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു പറഞ്ഞാൽ ആ പരിശുദ്ധിയെ നിലനിർത്തി വരുന്നത് അഥവാ പരിശുദ്ധമാണ് എന്ന് അള്ളാഹു പറഞ്ഞതനുസരിച്ച് മാത്രം നടക്കുന്ന ഒന്ന്. യഫ്അലൂന യുമറുൻ, എന്താണ് അവർക്ക് കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നു. ലാ യഅ്സൂന അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ധിക്കരിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹു എപ്രകാരം പരിശുദ്ധനാണോ ആ പരിശുദ്ധമായിട്ടുള്ള അതേ തലത്തിൽ അതിനെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ. ഇവിടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പോൾ, ഇപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഒരു വശത്തു നിന്ന്, ഒരു പേശിയിൽ നിന്ന് ഒരു കൽപ്പന നമുക്ക് കിട്ടുന്നു, മസ്തിഷ്കത്തിൽ നിന്ന് കിട്ടുന്ന കൽപ്പന, അത് പേശിയിലൂടെ വന്ന് അത് രക്തത്തിലൂടെ ചരിച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ അത് ഉടനെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ കൽപ്പന കിട്ടണമെങ്കിൽ, അതിനങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് ആരാണിത് ഇവിടെ എത്തിക്കുന്നത്, എങ്ങനെ കൊണ്ടുപോകുന്നത്, ഇതിനുള്ള ആദ്യത്തെ ചലനം എവിടുന്നുണ്ടാവുന്നു. അത് ചലിച്ചു കഴിഞ്ഞാലും അതിനെ വീണ്ടും അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ഭൗതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും നമുക്ക് കാണാൻ, കറണ്ടിൻ്റെ സംവിധാനമുണ്ട്, ഇരുമ്പിൻ്റെ സംവിധാനമുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്, നെർവ്സിൻ്റെ സിസ്റ്റം ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ആ സിസ്റ്റത്തെ എല്ലാ സമയവും ലൈവിൽ നിർത്താൻ, അതിനെ ജീവനുള്ളതായി നിലനിർത്തണമെങ്കിൽ ആര് വേണം? അതിൻ്റെ പിന്നിൽ മലക്കാണ്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ മസ്തിഷ്കത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ന്യൂറോൺസിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിയന്ത്രണത്തിൻ്റെ പിന്നിൽ അതിന് ചത്തുപോയ ആളും അതേമാതിരി തന്നെ ഉള്ളത്. ഈ സാധനങ്ങൾക്കൊക്കെ എന്താണ് അവസ്ഥ, അതുതന്നെയാണ് ചത്ത അവസ്ഥയിലുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലൈവ് അതിനെ ശരിക്കും നിലനിർത്തി, ജീവനോടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്, അത് മലക്കളുടെ സംവിധാനം. ആ സംവിധാനം ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവുമായിട്ടാണ്. അത് ശരീരത്തിലേത് ഭാഗമല്ല, അത് ആത്മാവുമായിട്ടാണ്. ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്, ആ ആത്മാവിലൂടെയാണ് മലക്കുകളുടെ ഈ സംവിധാനത്തെ അള്ളാഹു നിലനിർത്തിയിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ
മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിലോ അതല്ലെങ്കിൽ അടുത്തോ ഞാൻ പിന്നീട് വിവരിക്കാം. കാരണം എന്താ വെച്ചാൽ ആ ഒരു വശത്തിലേക്ക് ആർക്കും ആലോചിക്കാവുന്ന കാര്യമാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനമാണെങ്കിലും ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും ശരീരത്തിലുള്ള മറ്റ് അനോട്ടമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആർക്കും ആലോചിച്ചെത്താവുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനൊരുപാട് ഇപ്പം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംവിധാനത്തെ അവിടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ ആ ഒരു മലക്കുകളുടെ നമുക്ക് ബന്ധം വേണമല്ലോ, അല്ല മലക്കുകൾ ദുആ ചെയ്യേണ്ട നമുക്കൊരാവശ്യമില്ല. ആ ബന്ധം എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്, മലക്കുകൾ എങ്ങനെയാണ് ദുആ ചെയ്യുന്നത്, അത് പിന്നീട് അതിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് ലോകത്ത് ഉണ്ടാകുന്നത്, ഈ ഒരു ബന്ധത്തെ മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ നമ്മളെ സ്കൂളിൽ കുട്ടിക്കാലത്ത് പഠിച്ചൊരു സാധനമുണ്ട്. രസതന്ത്രത്തിൻ്റെ ടീച്ചർ, എൻ്റെ ടീച്ചർ എനിക്ക് ഇപ്പോഴും കണ്ണിൽ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്കൂളിൽ കയറിയ ഉടനെ കണ്ട ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു അതാണ്. 2 ട്യൂണിങ് ഫോർക്ക് കണ്ടിരുന്ന സാധനമുണ്ട്. 2 ഭാഗത്ത് ഇങ്ങനെ ഉള്ളൊരു സാധനം, അതിൻ്റെ തപ്പത്തൊരു പിടി ഉണ്ടാവും. അത് പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇതിന് ഒച്ച ഉണ്ടാവും. ഇത് കൊണ്ടുപോയി അടുത്തേക്ക് വെച്ചാൽ ഇതിന് വേറെ ഒച്ച, 2 ഒച്ചയും മാറും. എന്നിട്ട് ഇതിനെ പിടിച്ച് നിർത്തി അതിൻ്റെ ഒച്ച നിൽക്കും. ഇത് കുന്ന് പറയുന്നുണ്ട്. അതേം പാടും 2 ചെമ്പ് എടുത്തിട്ട് ചെമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് അടിക്കും, 2 എണ്ണം അടിക്കും, 2 കൂടി കൂട്ടി ഒന്നിനടിക്കണ്ട കൂട്ടി പിടിച്ചിട്ട് സാധാരണ സ്കൂളിൽ പോയ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഞാനും 2ാമത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്യൂണിങ് ഫോർക്കിൻ്റെ ഒന്ന് പിടിച്ച് നിർത്തിയാൽ മറ്റത് ഒച്ച ഉണ്ടാവും. ട്യൂണിങ് ഇതിനെ തൊട്ടിട്ടില്ല, എങ്ങനെ ഒച്ച ഉണ്ടായത്? എന്തോടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കന്ന് പഠിപ്പിച്ചു തന്ന് ഇന്നതാണ് ഇവിടെ നടക്കുന്നത്, വേവ്സ് ചരിക്കുന്നത് എങ്ങനെയാണ്, ആ വേവ്സ് പോയി മുട്ടുന്ന ഇന്ന സ്ഥലത്താണ്, അപ്പോൾ അതുമായിട്ട് നിൽക്കുന്നത്, ഇത് പോയ വേവ്സ് അവിടെ തന്നെ കടന്ന് കറങ്ങണം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നു. ഇതേ അവസ്ഥയാണ് നമ്മൾ എന്താണോ പണിയെടുക്കുന്നത് അതിനോട് ട്യൂൺ ചെയ്ത് നിൽക്കുന്ന മലക്കളുണ്ട്. നമ്മൾ ചെയ്യുന്ന, ഇവിടെയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രഹസ്യം കിടക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ വേവ് ലെങ്ത്ത് മനസ്സിലാക്കി അതിൻ്റെ ആ വേവ് ലെങ്ത്തിനെ അനുസരിച്ച് നിൽക്കുന്ന ട്യൂണിങ് ഫോക്സ് എന്ന നിലയിൽ അറിയപ്പെടാവുന്ന ചില സംവിധാനം അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സയൻസ് പരമായിട്ട് ചെറിയ കുട്ടിക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. ഇതിനെ മനസ്സിലാക്കുമ്പോൾ ഫരിഷ്ത അഥവാ മലക്കുകളുടെ ആ അസ്തിത്വം, അതിൻ്റെ തലങ്ങൾ എവിടെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നു എന്ന് വിചാരിക്കട്ടെ. ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ നമ്മൾ കാണും. നമ്മളെ കുട്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് നമ്മൾ മക്കൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. സാധാരണ ഒരു പിതാവിന് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുട്ടികൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ സഹിക്കാൻ വയ്യാതെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ആ കുട്ടിയെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ മാനസികമായിട്ട് കഷ്ടപ്പെടുന്നൊരു കുട്ടി, ശാരീരികമായിട്ടൊരു കുട്ടിയുടെ മേൽ ചളിയാണെങ്കിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ കൈകിട്ടാൽ പോയതെന്ന് വിചാരിക്കാം. പക്ഷേ മാനസികമായിട്ട് കഷ്ടപ്പെടുന്നൊരു കുട്ടിയെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ക്ലിയറായിട്ട് കഷ്ടപ്പാടെന്ന് മാറി നിൽക്കുമ്പോൾ അവിടെ ആരാ പ്രവർത്തിച്ചത്? അവിടെ പ്രവർത്തിച്ചാണ് അള്ളാൻ്റെ മലക്ക്. ശാരീരികമായിട്ട് മലക്ക് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്താത്തൊരു സ്ഥലത്തെ പിടിക്കാമെന്ന് വിചാരിച്ചാണ് മറ്റെടുത്ത് പറഞ്ഞത്. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്തി അവരുടെ സമാധാനം അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? അതിനുവേണ്ടി അള്ളാഹ് കുറച്ച് മലക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് പണി കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക എന്നുള്ള, സമാധാനിപ്പിക്കുക. ഇപ്പോൾ ഒരാളെ നമ്മൾ മോചിപ്പിക്കുന്നു. റാബി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞ് ജയിലിൽ പോയിട്ട് ആളുകളെ കാണും. അപ്പോൾ നമ്മൾ ഹുദാമുല്ലാമതിക്കാർ ഈ കഥയൊന്നും അറിയാതെ കളിക്കുന്ന ആൾക്കാരുണ്ട്. ജയിലിൽ പോലുമ്പോൾ ഭക്ഷണം കൊടുക്കലൊക്കെ എന്തിനാണെന്ന് ഹുസൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ആ സംവിധാനം ഹുസൂർ ആദ്യമായിട്ട് അതിൻ്റെ തഹരീക്ക് അതിൻ്റെ ഒരു പദ്ധതി ഹുസൂർ ആവിഷ്കരിച്ചതെന്ന് വെച്ചാൽ ജയിലിലുള്ളവർക്ക് ഒരു ചോറ് കൊടുക്കാനല്ല,